ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കഴിഞ്ഞ 2 നിയമസഭകളിലും നിയമസഭാ അംഗമായ ഭരണകക്ഷി MLA ആണ് PV അൻവർ. അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസമായി ഭരണകക്ഷിയുമായി പ്രത്യേകിച്ചും CPM-ഉമായുള്ള അഭിപ്രായ ഭിന്നത, ആ അഭിപ്രായ ഭിന്നത തിരഞ്ഞെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2 പേർക്കെതിരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ പേരിൽ ആ 2 പേരുടെ പേരിലും സർക്കാർ നടപടി എടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം LDF വിട്ടുപോകാനുണ്ടായ കാരണം, അല്ലെങ്കിൽ LDF നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നതിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം. ആ 2 പേരെന്ന് പറയുന്നത്, ഒന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP, മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ P. ശശി. ഈ P. ശശിയുടെ പേരിലും ADGP-യുടെ പേരിലും നടപടിയെടുക്കണം. P. ശശിയുടെ പേരിൽ നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം. മറ്റൊന്ന്, ADGP-യുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തണം. അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ ആയിരിക്കണം PV അൻവറിന്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം. എന്നാൽ ഈ 2 നടപടിയും സർക്കാർ എടുത്തില്ല. അവസാനം ADGP-യുടെ പേരിൽ വിജിലൻസ് അന്വേഷണം മാത്രമാണ് പ്രഖ്യാപിച്ചത്. ഇതാണ് PV അൻവറിനെ അലസോരപ്പെടുത്തിയത്. അദ്ദേഹം മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഈ 2 പേർക്കുമെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ എല്ലാം അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കി, സംസാരിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന ചില അഴിമതി ആരോപണങ്ങൾ, സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, അതുപോലുള്ള അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ കൊടുത്ത പരാതി, അതൊന്നും കാര്യക്ഷമമായി ഗൗരവമായി പൊളിറ്റിക്കൽ സെക്രട്ടറി എടുത്തില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്തില്ല. ADGP-യുടെ പേരിൽ നടപടിയെടുത്തില്ല. അതായത് അൻവർ ഉയർത്തിയ കള്ളക്കടത്ത് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതിന് വ്യക്തമായ ചില തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചത്. അതുപോലെ തന്നെ അതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGP-ക്കും ഉള്ള പങ്ക്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പങ്ക്, അതുപോലുള്ള ചില കൊലപാതകങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട ചില കൊലപാതകങ്ങൾ തുടങ്ങിയ ചില ആരോപണങ്ങളാണ് അൻവർ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ എന്തായാലും അൻവറെ ഭരണകക്ഷിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അതിനപ്പുറം ഒരു പാർട്ടി നടപടി എടുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പാർട്ടി മെമ്പറല്ല. പാർട്ടി മെമ്പർ അല്ലാത്തടത്തോളം കാലം ഒരാളുടെ പേരിൽ എങ്ങനെ പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റും? കഴിയില്ല. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ നിലമ്പൂരിൽ ഒരു വലിയ പൊതുയോഗം വിളിച്ചു കൂട്ടുകയും ആ പൊതുയോഗത്തിൽ അദ്ദേഹം സർക്കാരിനെതിരെ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അഴിമതി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അദ്ദേഹം പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കും എന്നുള്ളത് ഏകദേശമൊക്കെ ഉറപ്പായി എനിക്ക് തന്നെയും അത് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. അത് രാഷ്ട്രീയ അടവിന്റെ ഭാഗമായിട്ടാവാം. എന്തായാലും അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ ഉറപ്പായിരിക്കുന്നു. ആ പാർട്ടിയുടെ പേര് എന്താണെന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ആ പൊതുയോഗത്തിൽ പങ്കെടുത്തു. അവരെല്ലാം അൻവർ രൂപീകരിക്കുന്ന പാർട്ടിയിൽ ചേരും എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. കാര്യം സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കാൻ ആൾക്കൂട്ടം വരുന്നത് പോലെ
ഇത്തരം സന്ദർഭങ്ങളിൽ ആൾക്കാർ കൂടാറുണ്ട്. അത് പലപ്പോഴും എതിർചേരിയിലുള്ളവരായിരിക്കും. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ചന്തമുക്കിൽ കൂടിയ ആൾക്കാരിലെ 75%-ലധികവും കോൺഗ്രസിൽപ്പെട്ടവരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽപ്പെട്ടവര്, BJPയിൽപ്പെട്ടവര്, LDF നിന്നും പിണങ്ങി നിൽക്കുന്ന അല്ലെ LDFുമായിട്ട് ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയുള്ളവരൊക്കെയാണ് അതിൽ പങ്കെടുത്തവർ. അവരെല്ലാം നാളെ അൻവർ പാർട്ടി രൂപീകരിക്കുമ്പോൾ ആ പാർട്ടിയുടെ അംഗത്വമെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തകരാകുമെന്ന് ഒരുപക്ഷെ അൻവർ പോലും വിശ്വസിക്കുന്നില്ലായിരിക്കാം. കാരണം ഇതിനു മുമ്പ് പലരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം, ME രാഘവൻ പാർട്ടി ഉണ്ടാക്കിയപ്പോഴത്തേന് അതൊരു പുതിയ അനുഭവമായിരുന്നു. CPM-ന്റെ മെമ്പർമാരിൽ 1% പോലും കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല. ആൾക്കാർ കൂടി അതെല്ലാം വോട്ടായി മാറുമെന്ന് വിശ്വസിച്ചാണ് തുടർന്നു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും CMPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ME രാഘവൻ തന്നെ 1500 താഴെ വോട്ടിനാണ് ജയിച്ചത്. അതും കോൺഗ്രസിന്റെ പിന്തുണയോടെ, ആദർശ്യമായി BJP RSSന്റെ പിന്തുണ, ഇതെല്ലാം ലഭിച്ചിട്ടും 1500 താഴെ വോട്ടിന്റെ ഭൂരിപക്ഷമേ ലഭിച്ചുള്ളൂ. അന്ന് ME രാഘവന്റെ കൂടെ 4 MLA-മാരുണ്ടായിരുന്നു. CK ചക്രപാണി, ചേലക്കര MLA CK ചക്രപാണി, CP മൂസാൻകുട്ടി, വാസുദേവ മേനോൻ. എന്നാൽ അവരിൽ പലർക്കും കോൺഗ്രസ് പിന്തുണ ലഭിച്ചില്ല. അതുകൊണ്ട് അതിൽ പലർക്കും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. മൂസാൻകുട്ടിക്കായാലും ചക്രപാണിക്കായാലും അതുപോലുള്ളവർക്കായാലും. CMPയുടെ ലേബലിൽ മത്സരിച്ചവർക്ക് അന്ന് അവരുടെ ചിഹ്നം അമ്പും വില്ലുമായിരുന്നു. അമ്പും വില്ലും ചിഹ്നത്തിൽ മത്സരിച്ചുള്ള എല്ലാവർക്കും തന്നെ വെറും 500 താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 500 മുകളിൽ കിട്ടിയതും 1000-നകം കിട്ടിയതും ചുരുക്കം പേർക്ക് മാത്രം. CK ചക്രപാണിക്ക് 3000 വോട്ടുകൾ ലഭിച്ചു. അതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ. ആൾക്കാർ കൂടും, പക്ഷെ അതെല്ലാം വോട്ടായി മാറണമെന്നില്ല. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് കിട്ടിയത് 316 വോട്ടാണ്. അങ്ങനെ പലർക്കും തുച്ഛമായ വോട്ടാണ് ലഭിച്ചത്. അപ്പൊ അതിനു മുമ്പ് CPM-ൽ പിന്നെ പിളർപ്പുണ്ടായത് 1968-ലാണ്. കുന്നിക്കൽ നാരായണനും വർഗീസുമെല്ലാം CPM വിട്ടുപോയ സാഹചര്യം. അത് CPM-നെ പിടിച്ചുലച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുത. അതിനുശേഷം KPR ഗോപാലിന്റെ നേതൃത്വത്തിൽ പോയവര്, അതിൽ തന്നെ KPR ഗോപാൽ അന്ന് MLA ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം പോയ AV ആര്യൻ ഒല്ലൂർ MLA ആയിരുന്നു. KK അണ്ണൻ വയനാട് MLA ആയിരുന്നു. M സുകുമാരൻ കൊല്ലം കുണ്ടറ MLA ആയിരുന്നു. കോസല രാമദാസ് തിരുവനന്തപുരം ആറ്റിങ്ങൽ MLA ആയിരുന്നു. ഇവരെല്ലാം പോയിട്ടും പിടിച്ചു നിൽക്കാനായില്ല. അവസാനം കോസല രാമദാസ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ചെറിയ യൂണിയനുമായിട്ട് തിരുവനന്തപുരത്ത് നന്തംകോട് ഒരു ഓഫീസുമായി അവിടെ തന്നെ താമസിച്ച് കഴിഞ്ഞുകൂടേണ്ടി വന്നു. കാര്യം MR പാർട്ടി ഉണ്ടാക്കിയപ്പോഴത്തേനും പലരും ആ പാർട്ടിയോടൊപ്പം ചെല്ലുമെന്ന് വിശ്വസിച്ചു ചെല്ലാൻ തയ്യാറായി, ഒരു പരിധി വരെ തയ്യാറായി. അക്കൂട്ടത്തിൽ സുശീല ഗോപാലനുണ്ട്, MP ജോകുമാറുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അങ്ങനെ പലരും MR-നോടൊപ്പം പോവാൻ ഭാഗ്യമായി തയ്യാറായവരാണ്. അവരെല്ലാം പാർട്ടി തിരിച്ച് നിന്നെടുത്തുറപ്പിച്ചു. മാത്രമല്ല, അന്ന് CPM കൈക്കൊണ്ട ഒരു നയമുണ്ട്. ME രാഘവനോടൊപ്പം ME രാഘവൻ രൂപീകരിച്ച CMP കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നവരെല്ലാം അടിക്കുക എന്നുള്ള ഒരു നയം.
അന്ന് CPM-ന്റെ പ്രത്യേകിച്ച് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദന്റെ ഒരു നയമായിരുന്നു അത്. അങ്ങനെ CMB-യിൽ പോയ പലരെയും പലയിടത്തിട്ടും അടിച്ചു CPM-കാർ. അങ്ങനെ കായികപരമായാണ് അന്ന് കൂടുതലും നേരിട്ടത്. അങ്ങനെ പലരും പേടിച്ച് CMB ഉപേക്ഷിച്ചവർ നിരവധി പേരുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ നിന്നും ആളെ അടർത്തിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വരുന്നവരാകട്ടെ CPM-ന്റെ പ്രാദേശിക ഘടകങ്ങളുമായി പ്രാദേശിക നേതാക്കന്മാരുമായി ചില പിണക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ചിലർ അതിൽ നിന്ന് വരുന്നു എന്ന് മാത്രം. അതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പോൾ അൻവർ പാർട്ടി ഉണ്ടാക്കുമ്പോഴത്തേന് അതിന്റെ പേരൊന്നും അറിയില്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ നിന്ന് 45-ഓ 46-ഓ ചെറുതും വലുതുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യക്കകത്ത് എന്തിനെന്ന് ചോദിച്ചാൽ ആ മറുപടിയില്ല. അങ്ങനെ അൻവർ ഉണ്ടാക്കുന്ന പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആണാ പേരിടുന്നതെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ആ പാർട്ടിയിൽ CPM-ന്റെ പാർട്ടി മെമ്പർമാരും ചെല്ലാനിടയില്ല. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ചില പാർട്ടികളിൽ പിണങ്ങി നിൽക്കുന്നവരെ കൂട്ടിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ രൂപീകരിക്കാൻ കഴിയൂ. ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. മാത്രമല്ല പഴയതുപോലെയല്ല. CPM-ന്റെ കണക്കിൽ തന്നെ പറയുന്നത് ഈ കഴിഞ്ഞ പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 3 ലക്ഷത്തിലധികം പുതിയ മെമ്പർമാർ വന്നു എന്നുള്ളതാണ്. 5 ലക്ഷത്തിലധികം മെമ്പർമാരുള്ളതിൽ 3 ലക്ഷത്തിലധികം പേര് പുതുതായി വന്നവരാണ്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ വേണ്ടി വരുന്നവർ. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ M.V. രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോഴത്തേനും നിരവധി പേർ CMB ചേർന്നു. അവരെല്ലാം M.V. രാഘവൻ ഭരണത്തിൽ നിന്ന് പോയപ്പോഴത്തെ അവരെല്ലാം തിരിച്ച് അതാ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ശക്തരാണെന്നുള്ള കണക്കിലാണ് അന്നത്തെ CMB-യുടെ പ്രവർത്തകർ, CMB-യുടെ നേതാക്കൾ പലരും വിചാരിച്ചത്. അന്ന് സഹകരണ വകുപ്പിന്റെ ചരിത്രത്തിൽ ഇത്രയധികം അഴിമതി നടന്നിട്ടുള്ള ഒരു സംഭവം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് CMB-യുടെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ രഹസ്യമായി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് അഴിമതിക്കെതിരെ ഒരു മാറ്റം ഉണ്ടാവണം. ഈ രാജ്യത്ത് പലതും പണമുണ്ടെങ്കിൽ പലരും കൂടെ കാണും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ അഴിമതി ഇല്ലാത്ത ഒരു കേരളം സ്വപ്നം കാണാനായി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിയും. അൻവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യങ്ങളായിരിക്കാം. അഴിമതിയുടെ കാര്യത്തിലല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എത്രയോ നാളായി കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും, ഇതെല്ലാം അധികാരപ്പെട്ടവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല പിന്നെയും നടക്കുന്നത്. അതിൽ നിന്നെല്ലാം കിട്ടുന്ന ഭൗതികപരമായ പ്രചോദനങ്ങൾ, നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ കൈപ്പറ്റുന്നത് കൊണ്ടാവാം ശക്തമായ ഒരു അന്വേഷണവും നടപടിയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ നടക്കാത്തത്. 148 കിലോ സ്വർണം പോലീസുകാർ പിടിച്ചുവെന്നാണ് പറയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും കസ്റ്റംസിന് കൈമാറാതെ അല്ലെങ്കിൽ റിക്കാർഡിൽ ഉൾക്കൊള്ളിക്കാതെ പോലീസുകാർ തന്നെ കൈമാറ്റം ചെയ്തു എന്നാണ് അൻവർ പറയുന്ന ആരോപണം. ആ ആരോപണം പൂർണ്ണമായും തെറ്റാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത് കുറേയൊക്കെ ശരിയുണ്ട്. കാരണം പലപ്പോഴും സ്വർണ്ണങ്ങളെല്ലാം തൊണ്ടി മുതലായിട്ട് എടുക്കുമ്പോൾ അതെല്ലാം കോടതി ചെല്ലുമ്പോഴത്തേനും പകുതിക്ക് താഴെ വരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് PV അൻവറിന്റെ പാർട്ടി അത് ഏതാനും 1-2 ആഴ്ചയ്ക്കകം വരെ പരമാവധി 1 മാസത്തിനകം ആ പാർട്ടിയുടെ പേര് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിന്റെ സ്വഭാവം, അതിന്റെ പരിപാടി, അതിന്റെ ഭരണഘടനയൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതുവരെ കാത്തിരിക്കാം. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ അത് മിക്കവാറും വരുന്ന തെരഞ്ഞെടുപ്പിൽ
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസ് മുന്നണിയിൽ ചേരാനാണ് സാധ്യത. CMP ചേർന്നതുപോലെ അതങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നന്ദി, നമസ്കാരം.